ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ സവാളയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുഞ്ഞുനാളിലൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ, ഇതുവരെ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. കാരണം ഞാനൊക്കെ കുഞ്ഞിൽ ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്. നമുക്കിത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാനിത് മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു 5-8 ചെറിയുള്ളി, അതേപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ളതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല പോലെ മൂത്ത് വരുമ്പോഴാണ് ഇതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 3 തക്കാളി ചേർത്ത് കൊടുക്കുക. 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളി നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരും. നമുക്ക് നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതേ നമ്മുടെ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി, കാരണം നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ആണെങ്കിൽ മാത്രമേ ഇത്ര ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നല്ല പോലെ എരിവുണ്ടാവും. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതുപോലെ വന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ, ഇല്ലേ മുളകിൻ്റെ കുത്തലുണ്ടാവും. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി മുട്ട നല്ല പോലെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിഞ്ഞു പോകരുത്, സൂക്ഷിച്ച് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക, കാരണം നല്ല പോലെ മസാല പുരണ്ടിരിക്കാനാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ ഉള്ളിയൊക്കെ കിട്ടാത്ത സമയമല്ലേ. നമ്മളാണെങ്കിൽ ഇത് ഒരുപാട് കുഞ്ഞിലൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അറിയാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.